നമ്മൾ വാങ്ങിയ വാഴ കേട്ടോ ഇത്. സ്വന്തമായിട്ട് ഒരു ചാനലുണ്ട് എന്നുള്ള ധിക്കാരം. ഷൂ മേടിക്കാനുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടില്ല നഷ്ടമാണ്. കാരണം എല്ലാവർക്കും വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചങ്കനും മൊങ്കനും കൂടിയിട്ട് ഇവരൊരു പ്രത്യേകത എന്താ പറയുക, നിങ്ങൾക്ക് രാവിലെ ഏകദേശം ഒരു 8 മണി 8:30 ആകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അംഗം തുടങ്ങും ഇവർ രണ്ടാളും. അത് ചിലപ്പോൾ ഇടുന്നായിരിക്കും, ചിലപ്പോൾ അപ്പുറത്തുനിന്നായിരിക്കും. ഇടുന്നാന്ന് ഇവരിക്കുന്ന നിശ്ചയമൊന്നുമില്ല. ഏടിയും എത്തിക്കഴിഞ്ഞാൽ ആടുന്നു. ഉച്ചക്ക് ഏത് സ്ഥലത്താണോ ആ സമയത്തുള്ളത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആടുന്ന് ഫുഡ് ഇടുന്നതായിട്ട് കഴിച്ചോളൂ. അതൊരു സമാധാനമാണ്. രണ്ടും ഒപ്പരം ഉണ്ടെങ്കിൽ നല്ലോണം കഴിക്കും. അതുകൊണ്ടൊരു സമാധാനമാണ്. അത് ഇന്നുച്ചക്ക് കിടിയാനും ഭാഗ്യത്തിന്. അതുകൊണ്ട് ഇന്നത്തെ ഫുഡ് ഇടുന്നു. നാളെ ചിലപ്പോൾ അപ്പുറത്ത് ദേവൂട്ടൻ്റെ അടുത്തായിരിക്കും അല്ലേ ദേവൂട്ടാ? ഏടിയ വീണ്ടും ഒരു ടാറ്റ പറഞ്ഞിട്ട് എച്ചൂട്ടം വരെ കഴിയുന്നുണ്ട്. ഇത് എന്നാ സംഭവം എന്ന് പറഞ്ഞാല് വന്നത് നമുക്കൊരു വ്ളോഗാക്കിയിട്ട് വന്ന്, കാരണം വന്നത് നിങ്ങളോട് പറയണല്ലോ. എനക്കറിയാം നിങ്ങൾ ഈ കമന്റിൽ മുൻകൂട്ടിയിട്ട് നമ്മൾ, അതായത് നിങ്ങൾ നാളെ കമന്റ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ജിനേഷ് കൊടുത്തു എന്നുള്ള രണ്ടാമതും നിങ്ങൾ ചോദിക്കും കമന്റിൽ അർച്ചു. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ചാനലുണ്ട് എന്നുള്ള ധിക്കാരം, അതാണ് ഇപ്പൊ കാണിച്ചു കൊടുത്തത്. നമ്മള് തിരിച്ചു പോക്കാൻ 2 ദിവസമായാലും വന്നിട്ട് അപ്പൊ ഇങ്ങനെ പോണം. അപ്പൊ ഇത് കണ്ടിട്ട് അത് കാണാവേ ബേ പോന്ന് പറ. ശരി പോണേ. അപ്പോൾ അങ്ങനെ ദേ വന്നു, ദേ പോക്കായി. 2 ദിവസം വന്ന് തമ്പിനയിലെ ഫോട്ടോ എടുത്ത് വെച്ച് ഇനിയപ്പോ തിരിച്ചിട്ട് വീണ്ടും ഇനി ഇന്നെ വിളിക്കാം, മേടിക്കും വരുവാ. ഏത് തന്നെ അത് പോകുന്നവർക്ക് എടുത്ത് മാറ്റിക്കോ. ഓളെന്തൊക്കെ ചെയ്തിട്ട് പോയിക്കോട്ടെ. അപ്പോൾ ഇത് കണ്ട ഒരുപാട് പണിയെടുക്കുമായിരുന്നു. ഏത് സമയത്തും കണ്ട വെളിച്ചങ്ങിടും എല്ലാം ചെയ്യും. ഈ പോകുന്ന സമയത്ത് അമ്മ ഓളെ അങ്ങനെ ചെയ്യിപ്പിക്കല്ലേ. ഓള് ഒന്നുമില്ല, ഓളെ വീട്ടിലേക്ക് പോകുന്നതല്ലേ. രാവും പകലും പാവം പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ 2 ദിവസത്തേക്ക് വന്ന് അപ്പോൾ അവർ വീണ്ടും പോക്കായി. പോകുന്നതും കൂടി നിങ്ങളോട് പറഞ്ഞേക്കാം. കാരണം എനിക്കറിയാം നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോയിൽ കാണാണ്ട് വീണ്ടും നിങ്ങൾ ചോദിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി ഒന്ന് പറയുന്നതേ ഉള്ളൂ. വേറെ അവരോടെല്ലാവരോടും നിങ്ങൾ പറയണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ വീണ്ടും പോക്കാന്ന്. അല്ല അങ്ങനെയല്ല, ഞാൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിന്നെ കമന്റിൽ ചോദിക്കണേ. അതുകൊണ്ടല്ലേ ഇപ്പൊ എനക്ക് ഇത് എത്രയാളോട് ഉത്തരം പറയാൻ കഴിയാ. ഞാൻ എന്നാലും നീ ആ ഒരു നിന്നോട് അതെ, എന്നാലും എനിക്കെന്തെങ്കിലും ഞാൻ വരും പോയിട്ട്. അല്ല നീ വരും എനിക്കറിയാം. എനിക്ക് ഓള് ഇപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ചിട്ടൊന്നും ഉണ്ട്. ഏത് നീ ഓള് ആടെ ഇറക്കിയ പാടന്നെ നീ ചിരിക്കും എനിക്കറിയാം. ഓ ചോറൊന്നും കൈയിട്ടുന്നില്ല. ഏത് ഇവനാ വണ്ടി ആരെടുത്താലും കഴിഞ്ഞു, ഓനൊന്നും തിരിഞ്ഞിട്ടില്ല. ഏത് ആരും വരുന്നില്ല. ചൂട്ട നീ മാത്രമേ ഉള്ളൂ. നെച്ചൂട്ട കരി നെച്ചൂട്ട. അപ്പോൾ അവർ പോയി. വേറെ ഒന്നല്ല, അത് പറഞ്ഞല്ലോ സുഖമില്ലാണ്ട് കുറച്ച് ദിവസമായി അമ്മക്ക്. അപ്പോൾ ഹോസ്പിറ്റലിലും കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഒറ്റക്ക് വീട്ടിലെ കാര്യങ്ങളിലും ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ആടെ നിന്നേ പറ്റും. വേറെ ആരും ഇല്ല ആടെ. ഇവളൊരു ഏട്ടനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാരണം കുറച്ച് ദിവസം ആടെ ഇങ്ങനെ മാറി നിന്നേ പറ്റും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പോയത്.
എന്നാലും വരും. നമ്മൾ നോക്കിയിട്ട് ഒരു ദിവസം അങ്ങോട്ട് പോകണം. ചെറിയൊരു തിരക്കും കാര്യങ്ങളിലായതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റിയില്ല. ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകണം. അപ്പം വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും, വലിയ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് വീഡിയോയിലുണ്ടാവും. അങ്ങനെ അവരെല്ലാവരും പോയി കുറച്ച് സമയം. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടോ, 5 മണിയാവാനായി. നേരത്തെ 3:30 ഇറങ്ങാൻ തുടങ്ങിയതാണ്. ഇതുവരെ ആയിട്ട് റെഡി ആയിട്ടില്ല. വണ്ടീൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് വൃത്തിയൊന്നും വെറുതെ വെള്ളടിച്ചിട്ട് വൃത്തിയാവില്ല. അപ്പോൾ 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ട്. എന്താ മോനെ എന്താ മേടിക്കാനുള്ളത് പറഞ്ഞാ? ഇവ ചൈനീസ് കുപ്പായാലിട്ടൊരു മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ട്രൗസറിൽ അതിൻ്റെ ബട്ടൺസിൽ വീടി പോയിട്ട്. അപ്പോൾ നമ്മളേതായാലും പോയിട്ട് കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതെല്ലാം കാണിച്ചു തരാം. എനിക്ക് എന്നാ സംഭവം എന്നല്ല, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളതല്ലേ. ഷൂ മേടിക്കാനുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടില്ല നഷ്ടമാണ്. കാരണം ഓന് മേടിക്കുന്ന ഷൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഷൂ ആണല്ലേ. വേറെ ഞാനെന്താ പറയട്ടെ, വേറെ പരിപാടിയൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്നവരങ്ങനെ കണ്ടോ കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല. ആകെ 2 അല്ലെങ്കിലേ കാര്യമായിട്ടൊന്നുമില്ല. ഇന്നത്തേൽ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളേതായാലും ഇറങ്ങിയിട്ട് കടയിലെത്തിയിട്ട് നല്ല എന്തെങ്കിലും രസമുള്ള എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എടുത്തു നോക്കാം കേട്ടോ. ഇവിടുന്ന് ചെടിച്ചട്ടിയും ബുക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ മൊത്തം പ്ലാസ്റ്റിക് മേടിച്ചിട്ട് വരുന്നുണ്ട്. വീട് അറച്ചും പ്ലാസ്റ്റിക് ചെടിച്ചട്ടിയായിരിക്കും. ഇപ്പോൾ കുറേ എണ്ണം ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. എന്നാണ് എല്ലാം സെലക്ട് ചെയ്തില്ല? എല്ലാം ഞാൻ പോയി എടുക്കുമല്ലേ വേണ്ടു ഇനി? നമ്മൾ വാങ്ങിയ വാഴ കേട്ടോ. ഇത് ഒറിജിനൽ പോലെയെല്ലാം തോന്നുമെങ്കിൽ ഇത് ഒറിജിനലല്ല, പ്ലാസ്റ്റിക്കാണ്. ഇത് വാഴയും മോനെ എൻ്റെ അമ്മ സ്കോർ ചെയ്യുന്ന വാഴയും വാങ്ങിയിട്ട് വാഴ വരുന്നു. ഓനും ചിരിക്കും അത് കേട്ടിട്ട്. എനക്ക് എൻ്റെ കർട്ടൻ്റെ സൈഡിൽ വാഴ വേണമെന്ന് എന്നാന്നറിയില്ല. വേണ്ട, നീ അത് ഞാൻ വാഴ ഒഴിവാക്കാം. ഇല്ലെങ്കിൽ നീ പറയും ഞാൻ ഇല്ലാത്തപ്പോ ചളി ഫലിതം 5.5 ഫലിതം. അങ്ങനെ ചെടിയെല്ലാം വാങ്ങി നമ്മൾ ഇതായിരുന്നു വണ്ടിയിൽ കയറ്റാൻ വേണ്ടി പോക്കാണ്. വേറെയും കുറേ പരിപാടികളുണ്ട്. മാത്രം ഒറിജിനൽ വെക്കാൻ പഠിച്ചിട്ടാണ്. വെള്ളം ഒഴിക്കണോ കാക്കണോ എന്നെല്ലാം പറഞ്ഞിട്ട് കയ്യില്ലാത്തതാണ് പ്ലാസ്റ്റിക് മേടിക്കുന്നത്. നിങ്ങൾ ഒറിജിനൽ വരുമ്പോൾ ചാക്കുമ്പോഴത്തേക്ക് കാലം കുറേ പിടിക്കും. അതൊക്കെ നന്നായിട്ട് പറയാം. അതുകൊണ്ട് ഞാൻ തന്നെ നിർബന്ധിച്ചിട്ട് വാങ്ങി കേട്ടോ. കാണിക്കാം, നമുക്ക് നോക്കാം. അപ്പം എനിക്കതാ വേണ്ടതാ പറ. എനിക്കെല്ലാം ബാഗ് അച്ഛനൊന്നും ഒരു ബാഗും കൊണ്ട് പാവം എൻ്റെ അച്ഛൻ 10 കൊല്ലം പോയിട്ടുണ്ട്. അല്ല കവറിൽ സഞ്ചിയിലിട്ടിട്ടും. നമുക്ക് ഇവര് പണ്ടത്തെ നമ്മള് കൊണ്ടുപോയ പോലത്തെ പെട്ടിയെല്ലാം കൊടുത്താലോ. ഓ ഇന്ന് കൊല്ലം ബാഗ് അല്ലേ ആമി? എനിക്ക് ഞാനെല്ലാം എൻ്റെ പഴയ കഥകൾ എനിക്ക് പറഞ്ഞു കൊടുക്കട്ടെ. നിന്റെ അച്ഛനൊന്നും ഒന്നുമില്ലാതെ. അപ്പോൾ നമ്മൾ എല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എച്ചൂട്ടിന് ഈ പുറത്തുനിന്നെല്ലാം ഇങ്ങനെ ഓടി നടന്നിട്ട് എന്തൊക്കെയോ എടുത്ത് ബായിലിടുന്നത് കേട്ടോ. അതുകൊണ്ട് എച്ചൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങിയ സാധനമാണ്. പക്ഷേ എച്ചൂട്ടിന് ഇതിനകത്ത് ഇരിക്കുന്നേ ഇല്ല. ഇതിനകത്ത് കിടത്തിക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര പ്രശ്നം. പൂക്കലും വിളിയും ആരെങ്കിലും വന്ന് എടുക്കുമെന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ കാണിക്കും. അതുകൊണ്ട് പിന്നെ ദേവൂട്ടിനെ അൻവി ആദ്യം ഇതിനകത്ത് കളിക്കുന്നു. എന്നാ അൻവി വീഡിയോ വേറെ കാര്യമായിട്ടൊന്നുമില്ല. എന്നാ പിന്നെ അൻവി എല്ലാവരോടും ടാറ്റ പറഞ്ഞട്ടെ. ടാറ്റ പപ്പ. ഒരു അടിപൊളി വീഡിയോ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഇനി അടുത്ത വീഡിയോ അടിപൊളി വീഡിയോ വരുന്നുണ്ടെന്നെല്ലാം പറയും. പ്രത്യേകിച്ച് ഒരു അടിപൊളി വീഡിയോ വരാനൊന്നുമില്ല. ഇതേപോലെയുള്ള എന്തെങ്കിലും ചപ്പും പുല്ലുമായിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. നാളെയും വരും. നാളെയല്ല 2 ദിവസം കഴിഞ്ഞാലും വരും. അപ്പം ഞാൻ പറയും ഇനി അടുത്ത കിടിലം വീഡിയോ വരാനുണ്ടെന്ന്. നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഒരിക്കലും കിടിലം വീഡിയോ നമ്മളതിനകത്ത് ഇല്ല. കാലാവസ്ഥ ഇന്ന് 2 ദിവസമായിട്ട് കുറച്ച് വെയിലെല്ലാം വന്നുകൊണ്ട് ഇന്നൊന്ന് പുറത്തു പോയി. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അപ്പോൾ ബാക്കി ഒരു കിടിലം വീഡിയോ ആയിട്ട് ഇനിയും വരും. വെറുതെ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ. കുപ്പായം തൊടാണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വേഗം വെക്കാം.